പച്ചപ്പുളി രസം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ വാ നമുക്ക് ഒന്നിച്ചിത് റെഡിയാക്കി കഴിക്കാം. ഒരു കറിയില്ലാത്തപ്പോഴേ ഫ്ലെയിം പോലും ഓണാക്കാതെ പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഹെവി ലഞ്ചൊക്കെ കഴിച്ചിരിക്കുന്ന ടൈമിലേ ഇതൊരു ഗ്ലാസ് കുടിക്കുന്നത് ഡൈജഷന് ബെസ്റ്റാണ്. അപ്പം നമുക്ക് റെഡിയാക്കിയാലോ? ഞാൻ കുറച്ച് വാളംപുളി കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഐറ്റംസൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി നമുക്കൊന്ന് തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അധികം ഫൈനായിട്ട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഞാനിവിടെ 1 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1-2 ചേർക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ ചതച്ച് വെച്ചതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലേ ആ പുളി ഇതിലേക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം, കുറച്ച് മതിയേ, ചെറിയ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചപ്പുളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ചോറ് കഴിക്കാൻ വേണ്ടി. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒന്നാണിത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ പച്ചപ്പുളി രസം ഒഴിച്ച് ഒരു പപ്പടവും കൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കഴിച്ചോ കേട്ടോ.